ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്യൂബ് ശ്രദ്ധിക്കുക. ഈ ക്യൂബിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ഇതിന്റെ ബേസിക് ഇൻഫർമേഷൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്യാം. ഒരു ക്യൂബ് സോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇപ്പം നോക്കുക, ഇവിടെ വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഈ വൈറ്റ് കളർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം നോക്കുക, ഈ ക്യൂബിനെ എൻ്റെ ബോട്ടം ലെയർ ആയിട്ട് നിർത്തും. ബോട്ടം ലെയർ ആയിട്ട് നിർത്തിയിട്ട് ടോപ്പ് ലെയർ നോക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് യെല്ലോ സെൻറ്ററായിട്ട് വരുന്ന പോർഷൻ നോക്കുക. അതിൻ്റെ ചുറ്റും ഞാനൊരു വൈറ്റ് കൊണ്ടുവരികയാണ്. അതായത് ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്, കണ്ടോ? ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെയും ഇവിടെയും ഇവിടെയും. അതുപോലെ ഇങ്ങനെ ഒരു ക്രോസ് പോലെ ഇതിൻ്റെ ചുറ്റും, യെല്ലോയുടെ ചുറ്റും നമ്മൾ വൈറ്റ് കളർ കൊണ്ടുവരിക. ഇപ്പം ഇവിടെ വൈറ്റ് വന്നു, അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും 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 വൈറ്റ് കൊണ്ടുവരണം. അത് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പം തിരിച്ചപ്പം ഇവിടെ ഒരു വൈറ്റ് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് വൈറ്റിനെ തിരിച്ചു കൊണ്ടുവരിക. കണ്ടോ, ഇവിടെയും 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 വന്നിട്ടുണ്ട്. ഇനി ഒരു വൈറ്റും കൂടെ, ആ വൈറ്റ് കണ്ടോ, ഇങ്ങനെ ഒരു ക്രോസ് പോലെ ആക്കി. നിങ്ങൾ ഇതിനെ നോക്കണ്ട, ഈ കളർ, ഈ വൈറ്റ് കളർ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് കണ്ടോ, ഇപ്പം ഇങ്ങനെ, ഇതിപ്പം കറക്റ്റ് ഒരു വൈറ്റ് ക്രോസ് പോലെ ആയില്ലേ. ഇനിയിപ്പം ഇവിടെ വൈറ്റ് വന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ ക്രോസ് മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഇവിടെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ വൈറ്റ് നോക്കുക, ഏതെങ്കിലും ഒരു വൈറ്റ്. ഇപ്പം ഞാൻ ഈ വൈറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് നോക്കുക, കണ്ടോ, ഗ്രീനാണ്. ഈ വൈറ്റിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ഗ്രീനാണ്. അപ്പം ഗ്രീൻ സെൻറ്ററായിട്ടുള്ളിടത്ത് ഇങ്ങനെ, ഗ്രീൻ സെൻറ്ററായിട്ടുള്ളിടത്ത് ഞാനിങ്ങനെ അലൈൻ ചെയ്തു, കണ്ടോ, വൈറ്റ് ഗ്രീൻ ഗ്രീൻ. എന്നിട്ട് ഞാൻ ഇതിനെ 2 തവണ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പം താഴെ സംഭവിക്കുന്നത് കണ്ടോ, ഈ വൈറ്റ് സെൻറ്ററായിട്ടുള്ളിടത്ത് വന്നിട്ട് വൈറ്റ് വൈറ്റ് ഗ്രീൻ ഗ്രീൻ എന്നുള്ള രീതിയിൽ അറേഞ്ച് ആയി. പിന്നെ വീണ്ടും നമ്മൾ ടോപ്പ് ലെയർ എടുക്കുക. അടുത്ത വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂ സെൻറ്ററായിട്ടുള്ളിടത്തോട്ട് നമുക്കിങ്ങനെ കൊണ്ടുവരാം, കണ്ടോ, ഇങ്ങനെ വൈറ്റ് ബ്ലൂ ബ്ലൂ. എന്നിട്ട് 2 തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അടുത്ത വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് റെഡ് ആണ്. റെഡ് സെൻറ്ററായിട്ടുള്ളിടത്ത് കണ്ടോ, റെഡ് സെൻറ്ററായിട്ടുള്ളിടത്ത് കൊണ്ട് അലൈൻ ചെയ്തു, വൈറ്റ് റെഡ് റെഡ്. എന്നിട്ട് ഇതിനെ 2 തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അടുത്ത വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ച് സെൻറ്ററായിട്ടുള്ളിടത്ത് കൊണ്ടുവന്നു, വൈറ്റ് ഓറഞ്ച് ഓറഞ്ച്. എന്നിട്ട് 2 തവണ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വൈറ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ വൈറ്റ് ക്രോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള വൈറ്റ്, അതായത് ഇവിടെയും 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 ഈ 4 സൈഡിലും വൈറ്റ് കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യും. ആ വൈറ്റ് കൊണ്ട് ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കുക, ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് ഉണ്ട്. ആ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് റെഡാണ്. ഉണ്ടോ, ഇങ്ങനെ നോക്കുക, ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് റെഡാണ്. നമ്മൾ എന്ത് ചെയ്യും നോക്കുക, ഈ റെഡ് സെൻറ്ററായിട്ടുള്ളിടത്ത് കൊണ്ട് അലൈൻ ചെയ്തു. ഇങ്ങനെ ഉണ്ടോ, റെഡ് സെൻറ്ററായിട്ടുള്ളിടത്ത് ഈ വൈറ്റിനെ ഇങ്ങനെ, ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് റെഡാണ്. അപ്പോൾ ആ സെൻറ്ററായിട്ട് റെഡ് സെൻറ്ററായിട്ടുള്ളിടത്ത് അതായത് ഇങ്ങനെ കൊണ്ട് അലൈൻ ചെയ്ത് ഡയഗണലായിട്ട് അലൈൻ ചെയ്തിട്ട് ഈ റെഡിനെ എൻ്റെ ഫേസായിട്ട് പിടിക്കുന്നു. ഈ റെഡിനെ എൻ്റെ ഫേസായിട്ട് പിടിച്ചിട്ട് നോക്കുക, ഈ വൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ റൈറ്റ് സൈഡാണ്. ഈ വൈറ്റ് ഉണ്ടോ, എൻ്റെ റൈറ്റ് സൈഡാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ അൽഗോരിതം ഇവിടെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ. ഇത്രയും ചെയ്തപ്പോൾ നേരത്തെ നമുക്കൊരു വൈറ്റ് ക്രോസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതായത് തൊട്ട് മുമ്പേ കണ്ട ആ വൈറ്റ്, ഈ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന വൈറ്റ് ഇവിടെ വന്നു. അതിന് നമ്മൾ ഉപയോഗിച്ച അൽഗോരിതമാണ് RUR പ്രൈം, അതായത് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ. അടുത്തതെന്ന് പറയുന്നത് നോക്കുക, ഒരു വൈറ്റ് ഇവിടെ ഉണ്ട്. ആ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ച് സെൻറ്ററായിട്ടുള്ളിടത്ത് ഇങ്ങനെ അലൈൻഡ് ആയിട്ടിരിപ്പുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ അലൈൻ ചെയ്തപ്പം ഇവിടെ ഈ വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡായിരുന്നു. പക്ഷേ ഓറഞ്ചിനെ സെൻറ്ററായിട്ട് പിടിക്കുമ്പം ഈ വൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡാണ്, ഇങ്ങനെ ഫേസായിട്ട് പിടിക്കുമ്പോൾ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഇവിടെ കൊണ്ടുവരാൻ അൽഗോരിതം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അൽഗോരിതം ഉപയോഗിക്കുന്നത്. അതായത് ലെഫ്റ്റ് ഇൻവേർട്ടഡ് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ്, അല്ലെങ്കിൽ L പ്രൈം U പ്രൈം L. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ടോ, ഇവിടെ ആ വൈറ്റ് വന്ന് ഫില്ലായി, ഇങ്ങനെ വന്ന് ഫില്ലായിട്ടുണ്ട്. അടുത്ത വൈറ്റ് നോക്കുക, ആ വൈറ്റ് എന്ന് പറയുന്നത് ഇവിടാണ്. ആ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് നോക്കുക, ബ്ലൂ ആണ്. ബ്ലൂ സെൻറ്ററായിട്ടുള്ളിടത്ത് അലൈൻഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ വൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് L പ്രൈം U പ്രൈം L അത്രയും ചെയ്തിട്ടുണ്ടോ.
ഇത്രയും ഫില്ലായി. ഇനി ഒരു വൈറ്റും കൂടെ. ആ വൈറ്റ് ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ഈ താഴെ ഭാഗത്തായിട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ജസ്റ്റ് ഈ സൈഡിൽ ഒന്നുകിൽ റൈറ്റ് സൈഡായിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡായിട്ടോ കൊണ്ടുവരണ്ടേ. അതിന് വേണ്ടിയിട്ട് RUR' ജസ്റ്റ് അത്രയും ചെയ്യുക. അത്രയും ചെയ്തപ്പം അത് ഈ സൈഡിൽ വന്നു, കണ്ടോ? ഈ സൈഡിൽ വന്നു. അതിന്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂ സെന്ററായിട്ടുള്ളിടത്ത് ഡയഗണലായിട്ട് അലൈൻ ചെയ്ത് ഇങ്ങനെ, എന്നിട്ട് RUR'. ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ വൈറ്റ് പോർഷൻ മുഴുവൻ സോൾവ് ആയി. വൈറ്റ് പോർഷൻ സോൾവ് ആയെന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇതുണ്ടോ, ഈ ഒരു T ഷേപ്പ് കണ്ടോ, റെഡ് കൊണ്ടുള്ളൊരു T ഷേപ്പ് ഇങ്ങനെ. ഇത് നോക്കണ്ട, ഇങ്ങനെ ഒരു T ഷേപ്പ്, ബ്ലൂ കൊണ്ടുള്ളൊരു T ഷേപ്പ്, ഓറഞ്ച് കൊണ്ടുള്ളൊരു T ഷേപ്പ്, ഗ്രീൻ കൊണ്ടുള്ള ഒരു T ഷേപ്പ്. ഇത്രയും ചെയ്തപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.